ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. വലിയ പ്രത്യേകത. ഈ ഏട്ടൻ പേരൊക്കെ എഴുതി കേക്ക് തരുന്നത് ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും 26th വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. ചെറിയ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സെലിബ്രേഷൻ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേര് മാത്രം കൂടി ചേർന്നിട്ടുള്ള ചെറിയൊരു സെലിബ്രേഷൻ. അപ്പം നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ട് നേരെ വന്നത് വിദ്യാലോകത്തേക്കാണ്. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പെരുമ്പിലാവർക്ക് 80s വൈബൊക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു അടിപൊളി കഫ്തേരിയാണ് നമ്മളെ വിദ്യാലോകം എന്ന് പറയുന്നത്. ശരിക്കും ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ. അവരുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എങ്ങനെയാണിത് എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു സ്പേസാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നല്ല നല്ല മൊമെൻറ്റ്സും ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന, വളരെ നമുക്ക് ഈ പറയുന്ന പോലെ അത്രയും പ്രിയപ്പെട്ടവർക്കൊക്കെ ഒത്തുകൂടാൻ പറ്റുന്ന ഞാൻ അവിടെ എത്തിയ കാര്യം അവർക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അച്ഛനറിയാം, അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഞാൻ പോണ്ടിച്ചേരിയിൽ നാട്ടിലെത്തിയ കാര്യം അവർക്കറിയാം. പിന്നെ ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ അവിടെ എത്തില്ല. പിന്നെ ക്ഷീണമൊക്കെ ഉള്ള കാരണം ഞാൻ വരില്ല എന്ന് തന്നെ അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നെ പെട്ടെന്ന് കണ്ടിട്ടുള്ള ഒരു സന്തോഷമായിരുന്നു കേട്ടോ അമ്മയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അവർ ശരിക്കും ഞെട്ടിപ്പോയി. അച്ഛന് മുന്നേ കുട്ടി കാര്യം അറിയാം ഞാൻ വരുമെന്ന്. പക്ഷേ അച്ഛൻ ആ വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കുക എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ഹാപ്പി ആയി. അങ്ങനെ ഇതേ സർപ്രൈസും ഞെട്ടലിനൊക്കെ ശേഷം നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അർജുനെ തന്നെയാണ് കേട്ടോ. അവൻ അവിടെയാണെന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെയായിരുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അപ്പോൾ അവൻ മാത്രമല്ലേ ഇപ്പോൾ ഇല്ലാത്തുള്ളൂ. അതുകൊണ്ട് നമുക്കും ആ ഒരു മിസ്സിങ് അല്ലാത്തൊരു മിസ്സിങ് തന്നെയായിരുന്നു. വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആള്. എന്നാലും കൂടെയുള്ള പോലെ ആവില്ലല്ലോ. പ്രത്യേകിച്ചൊന്നും പറയണം, ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തോ, ബാക്കി മ്യൂസിക്കടാ കൈ കട്ടുവാണെങ്കിൽ ബർത്ത്ഡേക്ക് ആനിവേഴ്സറി കേക്ക് കയ്യോട്ടോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി ആനിവേഴ്സറി കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളോരോ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ പിന്നെ ബാക്കി വന്ന കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അപ്പുറത്തെ ടേബിളിലുള്ളവർക്കൊക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം അറിഞ്ഞത്. കാരണം തൊട്ടപ്പുറത്തെ ടേബിളിലിരിക്കുന്ന അങ്കിളും ആൻറ്റിയും ഇതുപോലെ 26th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. നമ്മളങ്ങനെ കുറേ നേരം ഹാപ്പിയായി വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സന്തോഷം മാത്രം. എക്സാമിനിരുന്ന് പഠിക്കുന്ന പോലെയാണ് ഒരാൾ അവിടുത്തെ മെനു കാർഡൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ ഈ ഇരുത്തം ഫുഡിന് വെയിറ്റ് ചെയ്തിട്ടാണ്. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന ഇരുത്താണിത്. ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയുക, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു അന്ന് അവിടെ നടന്നത്. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾ കൂടി ചേർന്ന് ഒരു ഈവനിങ് ഭയങ്കര വൈബാക്കി, ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോയി. വീണ്ടും ഞാൻ പറയുകയാണ്, അർജുനെ ഭയങ്കര രീതിയിൽ മിസ് ചെയ്തു. ആൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എന്നാലും മിസ് ചെയ്തു നല്ല രീതിയിൽ. എന്തായാലും ഫുഡൊക്കെ വന്നിട്ടുണ്ട്. പൊറോട്ട, പിന്നെ എന്തൊക്കെ 2-3 തരം ചിക്കൻ്റെ ഗ്രേവി കാര്യങ്ങൾ, പിന്നെ ചിക്കൻ്റെ ഇതുപോലെ റോസ്റ്റ് പോലത്തെയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഒരുവിധം കഴിച്ച്, എന്താ പറയുക, ഒരുപാട് കഴിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു ഫുഡിനൊക്കെ. പിന്നെ എന്താ പറയുക, അതുപോലെയുള്ള ഒരു ഭയങ്കര വൈബായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് ഇങ്ങനെ ചില്ലായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിനുശേഷം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ മിസ്റ്റർ അശ്വിൻ്റെ ഒരു കോമഡി നമുക്ക് കേൾക്കാം. ഫോട്ടോ എടുക്കില്ലേ, അതുപോലെ പാവൻകുട്ടി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് കഷ്ടപ്പെട്ട് പറഞ്ഞ കോമഡി ആയത് കാരണം നമ്മളെല്ലാവരും ഒന്ന് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ഫുഡ് നമ്മളിത് ടെസയ്ക്ക് പാക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും വീട്ടിൽ പോവാണ്. അതേവരെ എന്നെ വീട്ടിലാക്കി തരും, എന്നിട്ട് അവർ വീട്ടിൽ പോവും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.